നമസ്കാരം. പി.ജെ. ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഐക്യജനാധിപത്യത്തിനോട് എല്ലാ സീറ്റും ജയിക്കുന്നതിനെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചിട്ട് മറുപടി പറയാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പരിഹാര മാർഗം അവർ നിർദ്ദേശിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടോ? കേരള കോൺഗ്രസ് പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ പി.ജെ. ജോസഫ് സാറിനെതിരെ വിവിധ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായി എന്ന ഒരു വാർത്ത ഇപ്പോൾ കാണാനിടയായി. അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. പാർട്ടിയുടെ യോഗത്തിൽ പാർട്ടി വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് പരിശോധിക്കുന്നതിന് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് പാർട്ടി ചെയർമാൻ കെ.എം. മാണി സാറിനെ ചുമതലപ്പെടുത്തി യോഗം അവസാനിക്കുകയാണ് ചെയ്തത്. ചില ജില്ലാ പ്രസിഡന്റുമാർ പാർട്ടിക്കുള്ളിൽ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും അത് കേൾക്കാം എന്ന് ചെയർമാൻ പറഞ്ഞു. പാർട്ടി ചെയർമാനെതിരെ വർക്കിംഗ് ചെയർമാനെതിരെയോ സ്ഥാനാർത്ഥിക്കെതിരെയോ ഒരു കാര്യവും ഞങ്ങൾക്ക് പറയാനില്ല, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വിമർശനങ്ങളില്ല എന്നാണ് ജില്ലാ പ്രസിഡന്റുമാർ പോലും പറഞ്ഞത്. അപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വിമർശനം ഉണ്ടായി എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. തന്നെയുമല്ല, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി എന്ന നിലയിൽ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലും പാർലമെൻ്ററി പാർട്ടിയിലും സ്ഥാനാർത്ഥി എന്ന നിലയിൽ പി.ജെ. ജോസഫിൻ്റെ പേര് മാത്രമാണ് വന്നത് എന്നുള്ളതും മറ്റ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിക്കുന്നവരുടെ കാര്യങ്ങൾ പിന്നീട് അവരോടെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും എന്നുള്ളതുമാണ് പാർലമെന്ററി പാർട്ടികൾ ഉൾപ്പെടെ വന്നിട്ടുള്ള യഥാർത്ഥ വസ്തുത. മറിച്ചുള്ള കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഇല്ല, ഞങ്ങൾ അങ്ങനെ ഒരു കാര്യമൊന്നും ഇപ്പോൾ ചർച്ചയിലേക്ക് കടന്നിട്ടില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ പി.ജെ. ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൽ ഉന്നയിച്ച വിഷയങ്ങളും UDF ഉന്നയിച്ച വിഷയങ്ങളും തൃപ്തികരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, UDF നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടിയാലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പി.ജെ. ജോസഫ് സാർ പറഞ്ഞതുപോലെ അവർ കൂടിയാലോചിച്ച് അറിയിക്കുന്നതിന് അടിസ്ഥാനത്തിൽ UDF-മായി സഹകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും. പി.ജെ. ജോസഫും മോൻസ് ജോസഫും മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ചർച്ച അതുമായി ബന്ധപ്പെട്ടത് അവസാനിച്ചിട്ടുണ്ട്. ലോക്സഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തോട് അനുകൂലമായി കോൺഗ്രസ് പ്രതികരിച്ചിട്ടില്ല. കോൺഗ്രസ് കൈവിടുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റൊരാവശ്യം കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കണം എന്നതായിരുന്നു. അതിനോടും അനുകൂലമായ പ്രതികരണം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പിളർന്നാലും UDF വിടുകയില്ല എന്ന് പി.ജെ. ജോസഫ് പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പി.ജെ. ജോസഫിൻ്റെ ആവശ്യങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാട് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പി.ജെ. ജോസഫിന് തിരിച്ചടി തന്നെയാണ്. കോൺഗ്രസ് കൈവിടുകയാണ് ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാൻ. ലോക്സഭാ സീറ്റ് വേണമെന്ന ആവശ്യത്തോട് കോൺഗ്രസ് നേതാക്കൾ അനുകൂലമായി പ്രതികരിച്ചിട്ടേയില്ല. ചർച്ചയുടെ ഒരു ഭാഗത്തും കോട്ടയത്ത് ഉമ്മൻചാണ്ടി മത്സരിക്കണമെന്നതും അവർ തള്ളുകയാണ് ചെയ്തത്. മറ്റെന്തെങ്കിലും ഫോർമുല മുന്നോട്ട് വെക്കാൻ തയ്യാറായിട്ടുമില്ല എന്ന് വേണം കാണാൻ. ഇപ്പോൾ കിരൺ ബാബു വിവരങ്ങളുമായി ചേരുന്നു. കിരൺ, പൂർണ്ണമായിട്ടും പരാജയമാണ് പി.ജെ. ജോസഫിൻ്റെ ചർച്ചകളും മറ്റും എന്നാണോ മനസ്സിലാക്കേണ്ടത്? സനീഷ്, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. തൽക്കാലം ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നില്ല എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാര നിർദ്ദേശം ഇതിൽ ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. 2.25 മണിക്കൂറോളം നീണ്ട ചർച്ചയാണ് നടന്നത്. കോൺഗ്രസിൻ്റെ 3 പ്രധാനപ്പെട്ട നേതാക്കളും ജോസഫ് വിഭാഗത്തിൻ്റെ 3 പ്രധാന നേതാക്കളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. അവർ പല സാധ്യതകൾ പരിശോധിച്ചെങ്കിലും ഏതെങ്കിലും ഒരു സാധ്യതയിൽ സമവായം ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പി.ജെ. ജോസഫിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ എല്ലാം പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ഇനിയൊരു പരിഹാരം കാണുമെന്നാണ്. എന്താണോ ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പ് പി.ജെ. ജോസഫ് പറഞ്ഞത്, അതിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ ഈ ചർച്ചയ്ക്ക് ശേഷവും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കോൺഗ്രസ് നേതാക്കൾ കാണും എന്ന് മാത്രമാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. അതിനർത്ഥം ഇവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ജോസഫിനും മാണിക്കും പൊതുവായി അംഗീകരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടില്ല. അതിലെങ്കിലും ഒരു സമവായം രൂപപ്പെട്ടില്ല എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രധാന നേതാക്കൾ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥിയെ മാറ്റിക്കൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഒരു ചർച്ചയ്ക്കോ സമവായത്തിനോ തയ്യാറില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് എം നിൽക്കുന്നത്, കെ.എം. മാണി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. തൽക്കാലം ഒരു പിളർപ്പിലേക്ക് നീങ്ങുന്നില്ല, അല്ലെങ്കിൽ കടുത്തൊരു നിലപാട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത്. ഒപ്പം ഇതുകൂടി അദ്ദേഹം കൂടി ചേർത്തു, കോട്ടയം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അതിന് ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഞങ്ങൾ കോൺഗ്രസ് വേണ്ടി പറഞ്ഞിട്ടില്ല. ആ വാർത്ത തെറ്റാണ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിനൊപ്പമുള്ള പി.ജെ. ജോസഫിനൊപ്പമുള്ള മോൻസ് ജോസഫ് പറഞ്ഞത്. പൂർണ്ണമായും ചർച്ചയിൽ ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണെന്നും മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. നന്ദി കിരൺ വിവരങ്ങൾക്ക്. പി.ജെ. ജോസഫിന് കോട്ടയം സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധവുമായി യൂത്ത് ഫ്രണ്ട് രംഗത്ത്. ജോസഫിന് സീറ്റ് നൽകണമെന്ന് കെ.എം. മാണിയോടും ജോസ് കെ. മാണിയോടും ആവശ്യപ്പെട്ടിരുന്നുവെന്ന് യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞു. പാർട്ടിയുടെ ജില്ലാ ഘടകത്തിലെ ചിലർ ചേർന്ന് ഇത് അട്ടിമറിച്ചു. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തേടുന്ന രീതി കേരള കോൺഗ്രസിൽ ഇല്ലെന്നും സജി മഞ്ഞക്കടമ്പൻ കോട്ടയത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
ഇത് പാർട്ടി ചെയർമാൻ സീറ്റ് ആഗ്രഹിക്കുന്നു, പാർട്ടി ചെയർമാൻ സീറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ ആഗ്രഹമുണ്ടെങ്കിൽ വർക്കിംഗ് ചെയർമാൻ കൊടുക്കുക. അത് സ്വാഭാവികമായിട്ട് കൊടുക്കാവുന്നതായിരുന്നു. പിന്നെ എന്താണോ എന്ന് എനിക്കറിയില്ല. അത് അല്ല, പി ജെ ജോസഫിന് കൊടുക്കാതിരുന്നത് ശരിയാകുന്നില്ല. നമുക്കറിയാം പാർലമെന്ററി പാർട്ടി യോഗത്തിൽ മാണി സാറും പി ജെ സാർ ഉൾപ്പെടെയുള്ള MLA മാർ ഉൾപ്പെടെ തീരുമാനം എടുത്തെന്ന് അവർ പറയുന്നു. ആ തീരുമാനം അനുസരിച്ച് പി ജെ സാർ കൊടുക്കാനാണെന്ന് പറയപ്പെടുന്നു. എനിക്കറിയാം, ഞാൻ പാർലമെന്ററി പാർട്ടി യോഗത്തിലില്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അത് കൊടുക്കേണ്ടത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതെനിക്ക് പറയാനുള്ളൂ. പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കാൻ PJ ജോസഫ് തലസ്ഥാനത്ത് നീക്കം തുടരുമ്പോൾ കോട്ടയം മണ്ഡലത്തിൽ തോമസ് ചാഴികാടൻ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥിയെ പിൻവലിക്കണമെന്ന് UDF നേതാക്കൾക്ക് പോലും ആവശ്യപ്പെടാൻ കഴിയാത്ത വിധം പ്രചരണം സജീവമാക്കാൻ KM മാണി തന്നെ നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച KM മാണിയെ വീട്ടിലെത്തി കണ്ട ശേഷം തോമസ് ചാഴികാടൻ നേരെ ഇറങ്ങിയത് പ്രചരണ ചൂടിലേക്ക്. ധൈര്യമായി മുന്നോട്ടു പോകാനും എന്ത് ഒത്തുതീർപ്പ് വന്നാലും പിന്മാറ്റം വേണ്ടിവരില്ലെന്നും ജോസ് കെ മാണിയുടെ തന്നെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് ചാഴികാടന്. ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. ചുവരെഴുത്തുകളും തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് ചാഴികാടനോടുള്ള എതിർപ്പ് തണുപ്പിക്കാൻ ജോസ് കെ മാണിയുടെ തന്നെ നേതൃത്വത്തിൽ അനുനയ ശ്രമങ്ങളും നടക്കുന്നു. ചാഴികാടനെ അംഗീകരിക്കാനാവില്ലെന്ന് കോട്ടയം DCCയിലെ ഒരു വിഭാഗം നിലപാടെടുത്തിരുന്നു. PJ ജോസഫ് കോട്ടയത്ത് മടങ്ങിയെത്തിയാൽ അദ്ദേഹത്തെ നേരിട്ട് കാണാനും ചാഴികാടൻ തീരുമാനിച്ചിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം വന്ന സ്ഥിതിക്ക് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ലെന്ന സന്ദേശം താഴെത്തട്ടിലെ പ്രവർത്തകരിലും എത്തിച്ചിട്ടുണ്ട്. PJ ജോസഫിന്റെ നീക്കങ്ങളെ അതിജീവിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ തുടർന്നാലും തോമസ് ചാഴികാടന് മുന്നിലുള്ള വെല്ലുവിളികൾ ഏറെയാണ്. ജോസഫിൽ നിന്നും മാത്രമല്ല, ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നുള്ള നീക്കങ്ങളെ കൂടി ചാഴികാടന് അതിജീവിക്കേണ്ടി വരും. എങ്കിൽ മാത്രമായിരിക്കും വിജയം സാധ്യമാകുക. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, ന്യൂസ് 18. കണ്ണൂരിൽ താൻ തന്നെയെന്ന് K. സുധാകരൻ. കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി തീരുമാനത്തിന് മുമ്പ് നാടകീയമായിട്ടാണ് K. സുധാകരൻ സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി ചർച്ചകൾക്കായുള്ള ഡൽഹി സന്ദർശനത്തിന് ശേഷം മടങ്ങിയെത്തിയ സുധാകരന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുക്കിയ വൻ സ്വീകരണത്തിനിടെയായിരുന്നു പ്രഖ്യാപനം. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ശൈലി സൂക്ഷിക്കുന്നയാളാണ് K. സുധാകരൻ. നാടകീയമായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും ആ ശൈലി പ്രകടമായി. കണ്ണൂരിൽ മത്സരിക്കാനില്ലെന്ന വാർത്ത ഡൽഹിയിൽ തിരുത്തിയ K. സുധാകരൻ തിരികെ എത്തിയപ്പോൾ ഒരു പടി കൂടി കടന്ന് സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വെള്ളിയാഴ്ച ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റി വീണ്ടും ചേരാനിരിക്കെയാണ് സുധാകരന്റെ പ്രഖ്യാപനം. സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും തത്വത്തിൽ അംഗീകരിച്ച കണ്ണൂർ പാർലമെന്റ് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് കണ്ണൂരിൽ വന്നിറങ്ങുമ്പോൾ UDFന്റെ പ്രവർത്തകന്മാർ തന്ന ഈ ആവേശകരമായ സ്വീകരണത്തിന് ഞാൻ ഹൃദയം തട്ടി നന്ദി പറയും. അക്രമരാഷ്ട്രീയവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വാഗ്ദാന ലംഘനവും പ്രചാരണ രംഗത്തെ പ്രധാന വിഷയമാകുമെന്ന് K. സുധാകരൻ പറഞ്ഞു. സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം UDFന് ആവേശം പകരുമെന്ന് ഘടകകക്ഷി നേതാക്കളും പ്രഖ്യാപിച്ചു. സുധാകരൻ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി വലിയ ഒരു ആവേശവും ഊർജവും UDFന്റെ പ്രവർത്തകന്മാർക്ക് കൈവന്നിരിക്കുകയാണ്. അദ്ദേഹം മത്സരിച്ചാൽ ഉണ്ടാകാവുന്ന വലിയ ഇമ്പാക്റ്റ് അത് UDFന്റെ 100% വിജയം ഉറപ്പുവരുത്തും. കോൺഗ്രസിന്റെ മറ്റു സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായി മുന്നോട്ടു പോവുകയാണ്. ഡൽഹി ചർച്ചയിൽ തർക്കമുണ്ടായ ആലപ്പുഴയിൽ അടൂർ പ്രകാശ് മത്സരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. ആദ്യഘട്ടത്തിൽ ആലപ്പുഴയിൽ പരിഗണിച്ചിരുന്ന ഷാനിമോൾ ഉസ്മാൻ ആറ്റിങ്ങലിലോ വയനാടിലോ മത്സരിക്കും. മനു ഭരത്, ന്യൂസ് 18, കണ്ണൂർ. കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാൻ രാഹുൽ ഗാന്ധി ഇന്ന് സംസ്ഥാനത്ത്. 2:30 തിരുവനന്തപുരത്തെത്തുന്ന രാഹുൽ തൃശൂർ രാമനിലയത്തിലാണ് ഇന്ന് താമസിക്കുന്നത്. നാളെ കോഴിക്കോട് നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ 100,000 പ്രവർത്തകരെ പങ്കെടുപ്പിക്കാനാണ് നീക്കം. ഉച്ചയ്ക്ക് ശേഷം 2:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ ഗാന്ധി 3:30 നാഗർകോവിലിനെത്തിയിരിക്കും. വൈകിട്ട് തൃശൂർ രാമനിലയത്തിലാണ് വിശ്രമിക്കുക. നാളെ തൃപ്രയാറിൽ ഫിഷർമെൻ പാർലമെന്റിൽ പങ്കെടുക്കുന്ന രാഹുൽ രക്തസാക്ഷികളായ ഷുഹൈബിന്റെയും കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബങ്ങളെ സന്ദർശിക്കും. വൈകിട്ട് കോഴിക്കോട് കടപ്പുറത്ത് ജനമഹാറാലിയിലും പങ്കെടുക്കും. ജനമഹാറാലി സംസ്ഥാനത്തെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കുള്ള ഔപചാരിക തുടക്കമാകും. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടനമായി ഈ പരിപാടി മാറും. കോഴിക്കോട് കടപ്പുറത്തു നടക്കുന്ന റാലിയിൽ 100,000-ലധികം പേർ പങ്കെടുക്കുമെന്നാണ് സംഘാടകരുടെ കണക്കുകൂട്ടൽ. 6 മണിവരെ രാഹുൽ കോഴിക്കോട്ടെ വേദിയിലുണ്ടാകും. സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനുള്ള അനൗപചാരിക ചർച്ചകളും സന്ദർശനത്തിനിടെ നടക്കും. 15-നു ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്ന സൂചന. ന്യൂസ് 18, കോഴിക്കോട്. രാജ്യത്ത് ഒരു ആശയം മാത്രം നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. സമൂഹത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് അവർക്ക് പ്രത്യേക കാഴ്ചപ്പാടാണുള്ളത്. രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുന്ന ആശയവും ഭിന്നിപ്പിക്കുന്ന ആശയവും തമ്മിലാണ് പോരാട്ടമെന്നും ചെന്നൈ സ്റ്റെല്ല മേരീസ് കോളേജിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കവേ അദ്ദേഹം പറഞ്ഞു. ജീൻസും ടീഷർട്ടും ധരിച്ചാണ് രാഹുൽ പരിപാടിക്കെത്തിയത്. How many times have you seen the Prime Minister of India
standing in the middle of 3,000 women like this. How many times have you seen the Prime Minister of India standing here like this, being open to any question from anybody? How many of you have had the opportunity to ask him, Mr. Prime Minister, what do you think about education? What do you think about this? What do you think about that? Why doesn't the Prime Minister have the guts to come and stand in front of 3,000 women and be questioned by them? ശബരിമലയുടെ ചിത്രമോ പോലീസ് നടപടിയുടെ ചിത്രമോ പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ വോട്ട് തേടരുത് എന്ന നിലപാട് സർവകക്ഷി യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ചു. യൂസ് ഇറ്റ് അറ്റ് ശബരിമല എന്റെ പേര് മാത്രം ഉപയോഗിച്ചാൽ ഇല്ല. ഞാൻ പറഞ്ഞത് ഇത് റിലീജിയസ് ആയിട്ടുള്ള ഒരു കനോട്ടേഷൻ വരാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് എ റിലീജിയസ് തിങ് ടു ഗെറ്റ് ദ വോട്ട്സ്. ബാക്കി അവരുടെ പരസ്പര പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ലെറ്റ് ദം ഡിസ്കസ്. രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കേരള കോൺഗ്രസ് നേതൃത്വവുമായിട്ട് ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ വെച്ച് സംസാരിച്ചത്. അവർ ചില കാര്യങ്ങൾ ഞങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാ ഘടകകക്ഷികളുമായിട്ട് ആലോചിച്ച് ഈ കാര്യത്തിലൊക്കെ യോജിച്ചും രമ്യമായി മുന്നോട്ട് പോകും. നമ്മുടെ ലക്ഷ്യം ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ നേടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. UDFന് വളരെ അനുകൂലമായ സാഹചര്യമാണ് നിലവിലുള്ളത്. ഇങ്ങനെ കേരള കോൺഗ്രസ് എന്ന് കേരളത്തിലെ UDFലെ മൂന്നാമത്തെ കക്ഷിയാണ്. അതിലുണ്ടായ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാനുള്ള ആ നടപടികളുമായിട്ടാണ് UDF മുന്നോട്ട് പോകുന്നത്. അല്ല, അത് ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുമായി സംസാരിച്ചു. ഞങ്ങളിനി UDFലെ മറ്റ് കക്ഷികളുമായിട്ടൂടെ സംസാരിച്ച് അത് രമ്യമായി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. ഏതാ അല്ല, അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ച് ഓരോ പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളാണിത്. ആ തീരുമാനങ്ങളിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസമാണ്. അത് ഞങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നോക്കുകയാണ്. അല്ല, അതിപ്പോൾ നിങ്ങളോട് പറഞ്ഞ പിന്നെ പരിഹാരം ഉണ്ടാവും. അല്പം കൂടെ കാത്തിരിക്കുകയാണ്. മാണി സാറുമായിട്ടും ജോസ് കെ മാണിയായിട്ടും എല്ലാം സംസാരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിന്റെ പ്രശ്നപരിഹാരത്തിന് ഇനിയും ആളുകളുമായി ഇനിയും സംസാരിക്കും. രമ്യമായ പരിഹാരമുണ്ടാകുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും അടക്കമുള്ള ആളുകളുമായാണ് നേരത്തെ PJ ജോസഫ് ചർച്ച നടത്തിയിരുന്നത്. മറ്റു വാർത്തകളിലേക്ക്. ശബരിമലയുടെ ചിത്രമോ പോലീസ് നടപടിയുടെ ചിത്രമോ പ്രചാരണത്തിന് ഉപയോഗിക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മതത്തിന്റെ പേരിൽ വോട്ട് തേടരുത് എന്ന നിലപാട് സർവകക്ഷി യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവർത്തിച്ചു. ശബരിമല ശാസ്താവിന്റെ പേരിൽ വോട്ട് തേടില്ല എന്നും എന്നാൽ ശബരിമലയിലുണ്ടായ നീതികേട് തുറന്നുകാട്ടുമെന്നും യോഗശേഷം BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ള പറഞ്ഞു. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയെ മറ്റുള്ളവരിൽ വെറുപ്പുണ്ടാക്കത്തക്ക തരത്തിലോ മതവിദ്വേഷം ഉണ്ടാകത്തക്ക തരത്തിലോ ശബരിമല പ്രശ്നത്തെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിലുണ്ടായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ, ആ ഇഷ്യൂ, അതിലെ പോലീസ്, സർക്കാരിൻ്റെ നിലപാട്, അധീഷ്ഠികളുടെ നിലപാട് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷെ പൊതുവായ നിയമത്തിൽ അന്യോന്യം സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കരുതെന്നുള്ളതാണ്. ആ ക്ലാരിഫിക്കേഷൻ കിട്ടി. യോഗത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും രാഷ്ട്രീയ പ്രതിനിധികളും തമ്മിൽ തർക്കമുണ്ടായി. ശബരിമലയിലെ സർക്കാർ വീഴ്ച പ്രചരണമാക്കുമെന്ന് യോഗത്തിൽ കോൺഗ്രസും പറഞ്ഞു. ഇതിനെ CPM എതിർത്തു. വിവരങ്ങളുമായി TG സജിത്ത് ചേരുന്നു. സജിത്ത്, BJPയുടെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസും CPMഉം ഏതൊക്കെ നേതാക്കളാണ് യോഗത്തിൽ പങ്കെടുത്തത്? എന്തായിരുന്നു അവരുടെ നിലപാട്? മറ്റ് വിവരങ്ങൾ എന്താ? സനീഷ്, ഇതൊരു വലിയ തർക്ക വിഷയമായി മാറുകയാണ്. ഇന്നത്തെ യോഗത്തോടെയും ഈ പ്രതിസന്ധി അയയുന്നില്ല എന്നതാണ് BJPയുടെയും പിന്നീട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെയും പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. BJP വിശദീകരിക്കുന്നത് പോലെയല്ല പിന്നീട് മാധ്യമങ്ങളെ കണ്ട ടിക്കാറാം മീണ നിലപാട് വ്യക്തമാക്കുന്നത്. ശബരിമല വിഷയം അത് അതേപടി ഉന്നയിക്കപ്പെടുന്നത് തീർച്ചയായും ചട്ടലംഘനം എന്ന നിലപാടിൽ തന്നെ അദ്ദേഹം ആവർത്തിക്കുകയാണ്. അതേസമയം സ്ത്രീ പ്രവേശനം അടക്കമുള്ള മറ്റു വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, അത് ഉന്നയിക്കപ്പെടുന്നതിൽ തടസ്സമില്ല, അത് രാഷ്ട്രീയ വിഷയമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. മറിച്ച് ശബരിമല ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങളോ അതിന്റെ ചിത്രമോ അവിടുത്തെ പോലീസ് നടപടിയുടെ ചിത്രങ്ങളോ ഒന്നും
ശബരിമലയെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചരണ വിഷയമായി ഉപയോഗിക്കരുത്, അത് ചട്ടലംഘനമാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഓരോ വിഷയങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. എന്തായാലും മുൻ നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത്. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കം തള്ളി വെള്ളാപ്പള്ളി നടേശൻ. മത്സരിക്കാൻ ഇറങ്ങിയാൽ SNDP യോഗം ഭാരവാഹിത്വം രാജിവെക്കണം. ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥി AM ആരിഫ് ജയിച്ചില്ലെങ്കിൽ തലമൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. തൃശൂരിൽ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ നീക്കത്തിനെതിരെയാണ് വെള്ളാപ്പള്ളി രൂക്ഷ വിമർശനം ഉയർത്തിയത്. യോഗം ഭാരവാഹികൾ മത്സരിക്കരുത് എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. കഴിയുന്നതും ആ ഭാരവാഹിത്വം രാജിവെച്ചിട്ട് നിൽക്കുന്നതാണ് അഭികാമ്യമെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നേരത്തെ പറഞ്ഞു, ഇപ്പോഴും പറയും, നാളെയും പറയും. തുഷാറിനു വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല, അബദ്ധത്തിൽ പെടാനില്ല. കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാൽ, അടൂർ പ്രകാശ് എന്നിവർക്കെതിരെയും വെള്ളാപ്പള്ളി ആഞ്ഞടിച്ചു. അടൂർ പ്രകാശ് ചെയ്യുന്നത് ആത്മഹത്യയാണ്. KC വേണുഗോപാൽ ആലപ്പുഴയിൽ 6 നിലയിൽ പൊട്ടും. ആരിഫ് ജയിച്ചില്ല എങ്കിൽ തല മൊട്ടയടിക്കുമെന്നും വെള്ളാപ്പള്ളി. ഈ അയ്യാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാമല്ല, വേണുഗോപാൽ അവിടെ നിന്ന് 6 നില പൊട്ടിത്തെറിച്ചു പോകും. കാരണം കോൺഗ്രസിന് ഇനി അങ്ങോട്ട് വരണ്ട, ആലപ്പുഴ പാസ്സാകാനായിട്ട് ആരും. 6 ഹെലികോപ്റ്റർ കൊണ്ടുവന്നാലും ഇത്തവണ പ്രചാരണത്തിനില്ല. കഴിഞ്ഞ തവണ NDAയുടെ പ്രചരണത്തിനായി ഹെലികോപ്റ്ററിൽ കയറി അണുബാധ ഉണ്ടായെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ന്യൂസ് 18 കൊല്ലം. വാർത്തകൾ തുടരുന്നു. SSLC പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കമാവും. 4.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത്. ഉച്ചയ്ക്ക് 1:45 മുതലാണ് പരീക്ഷ. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നടക്കാവ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഇനി 20 മിനിറ്റോളം മാത്രമേ ബാക്കിയുള്ളൂ പരീക്ഷ തുടങ്ങാൻ. കുട്ടികളെല്ലാം എത്തിക്കഴിഞ്ഞോ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും സനീഷ്, SSLC പരീക്ഷയുടെ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 1:45 പരീക്ഷ ആരംഭിക്കുന്നത്. 1:30 വിദ്യാർത്ഥികൾക്ക് ഹാളിനുള്ളിൽ പ്രവേശിക്കണം. ഇന്നത്തെ ആദ്യ ദിവസത്തെ പരീക്ഷ എന്ന് പറയപ്പെടുന്നത് മലയാളമാണ്. മലയാളം 2 പേപ്പറാണ് ഉള്ളത്. അതിൽ മലയാളം ഫസ്റ്റ് പേപ്പറിൻ്റെ പരീക്ഷയാണ് ഇന്ന് ഉള്ളത്. എന്തായാലും നമുക്കറിയാം, ഈ കോഴിക്കോട്, പാലക്കാട്, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ കഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത്. ഈ ചൂടിനോട് പടവെട്ടിക്കൊണ്ടാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ വിദ്യാർത്ഥികളോട് തന്നെ നമുക്ക് ചോദിക്കാം. SSLC പരീക്ഷയുടെ തുടക്കമാണ് ഇന്ന്. നിങ്ങളെ തയ്യാറെടുപ്പുകളൊക്കെ തന്നെ എങ്ങനെയായിരുന്നു? ഞങ്ങൾ തയ്യാറെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ പഠിത്തമൊക്കെ ഒരാഴ്ച മുമ്പേ ഇവിടെ ക്ലാസ്സിൽ മോഡൽ കഴിഞ്ഞ പാടന്നെ ഫുള്ള് ക്ലാസ് ആയിരുന്നു. ശനിയാഴ്ച ഞായറാഴ്ചയൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർമാരൊക്കെ കുറേയൊക്കെ നമ്മളെ വൈത്താലിങ്ങനെ നടന്ന് ഓരോന്നും പഠിപ്പിച്ചാൽ നിൽക്കണം. അപ്പോൾ കോൺഫിഡൻസ് ഉണ്ട്. വലിയ ചൂടല്ലായിരുന്നു ഇപ്പോൾ ഈ പരീക്ഷാകാലത്ത്? എങ്ങനെയാണ് അതിനെയൊക്കെ നേരിട്ടത്? ഇപ്പം ഞാൻ ചോദിച്ചാൽ ചൂടുണ്ട്. ആ ചൂടിനൊക്കെ ഒന്നും ചെയ്തിട്ട് എക്സാം എഴുതണം. ചൂട് പോലെ ചൂടിൽ തന്നെയാണോ പരീക്ഷയ്ക്കുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നത്? അതെ അതെ. എങ്ങനെയായിരുന്നു? നല്ല കോൺഫിഡൻറ്റ് ഉണ്ട്. എന്തായാലും വിദ്യാർത്ഥികളൊക്കെ തന്നെ അതികഠിനമായ ചൂട് ഉണ്ടായിരുന്നെങ്കിൽ പോലും പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിട്ടുണ്ട്. സ്കൂളിലും അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. 3:30 ആദ്യ പരീക്ഷ അവസാനിക്കുക. സനീഷ്, നന്ദി സനോജ് വിവരങ്ങൾക്ക്. മറ്റു വാർത്തകളിലേക്ക്. റഫാൽ കേസിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതിയുടെ അനുമതി. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. റഫാൽ അഴിമതി ആരോപണ കേസിലെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി നാളെ വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് കേന്ദ്ര സർക്കാർ പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നത്. സർക്കാർ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. റഫാൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന ആവശ്യത്തിൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നത്. റഫാൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന അറ്റോർണി ജനറലിന്റെ വാദം വിവാദമായിരുന്നു. മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. റഫാലുമായി ബന്ധപ്പെട്ട രേഖകൾ മറച്ചുവെച്ച് കേന്ദ്ര സർക്കാർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന് ഹർജിക്കാർ നിലപാട് ആവർത്തിച്ചു. ഗുരുതര അഴിമതി ആരോപണ വിഷയമായതിനാൽ മോഷ്ടിക്കപ്പെട്ട രേഖകളാണ് എങ്കിലും പരിശോധിക്കുന്നതിൽ തെറ്റില്ലെന്ന് കോടതിയും നിരീക്ഷിച്ചിരുന്നു. ഇതിനിടെയാണ് പുതിയ സത്യവാങ്മൂലം ഫയൽ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി തേടിയത്. ന്യൂസ് 18 ഡൽഹി. പിറവം പള്ളിയിൽ സുപ്രീംകോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമങ്ങളിൽ നേരിട്ട് ഇടപെടില്ലെന്ന് ഹൈക്കോടതി. ബരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ നൽകേണ്ട സാഹചര്യമില്ലെന്നും ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജി തീർപ്പാക്കി ഹൈക്കോടതി വിധിച്ചു. തർക്കമുള്ള പള്ളികളിലും ഇരുവിഭാഗത്തിനും സംസ്കാര ചടങ്ങുകൾ നടത്താമെന്നും കോടതി പറഞ്ഞു. പള്ളികളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സുപ്രീംകോടതി വിധി രമ്യമായി നടപ്പിലാക്കുന്നതിൽ കോടതി ഇടപെടൽ ആവശ്യപ്പെട്ട് യാക്കോബായ വിശ്വാസിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്.
മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാർ മുൻകൈയെടുത്ത ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തുന്ന കാര്യവും ഉത്തരവിൽ കോടതി ചൂണ്ടിക്കാട്ടി. വരിക്കോലി, കട്ടച്ചിറ പള്ളികളിൽ പൂർണ്ണസമയ പോലീസ് സുരക്ഷ ആവശ്യമില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഹർജികൾ തീർപ്പാക്കി ഹൈക്കോടതി ഉത്തരവിട്ടു. 1934 സഭാ ഭരണഘടന അനുസരിച്ച് നിയമിതരായ വൈദികർക്ക് ആരാധനാകർമ്മം നടത്താം. ഇത്തരം സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടായാൽ പോലീസിന് ഇടപെടാമെന്നും ഉത്തരവിൽ പറയുന്നു. തർക്കം നിലനിൽക്കുന്ന പള്ളികളിൽ സംസ്കാര ചടങ്ങ് നടത്താൻ ഇരുവിഭാഗത്തിനും അവകാശമുണ്ട്. എന്നാൽ ഭരണഘടനാനുസൃതം നിയമിക്കപ്പെട്ട വൈദികർക്ക് മാത്രമേ പള്ളിക്കുള്ളിൽ മരണാനന്തര ശുശ്രൂഷകൾ നടത്താൻ അനുമതിയുള്ളൂവെന്നും വിധിയിൽ വ്യക്തമാക്കുന്നു. സ്വന്തം വിശ്വാസമനുസരിച്ച് പള്ളിക്ക് പുറത്ത് ശുശ്രൂഷ ചടങ്ങുകൾ നടത്തിയ ശേഷം പള്ളിക്കുള്ളിൽ സംസ്കാരം നടത്താൻ തടസ്സമില്ല. ന്യൂസ് 18 കൊച്ചി. കോട്ടയത്തെ കെവിൻ വധക്കേസിൽ കുറ്റപത്രം കോടതി അംഗീകരിച്ചു. കെവിന്റെ ഭാര്യ നീനുവിന്റെ അച്ഛനുൾപ്പെടെയുള്ള 14 പേരാണ് പ്രതികൾ. നരഹത്യാ വകുപ്പ് തള്ളണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. കൊലക്കുറ്റം ഉൾപ്പെടെ 10 വകുപ്പുകൾ ചുമത്തിയ കേസിൽ ആകെ 14 പ്രതികളാണുള്ളത്. കുറ്റപത്രം വായിപ്പിച്ച് കേൾപ്പിച്ച ശേഷം നടത്തിയ പ്രാഥമിക വിചാരണയ്ക്കൊടുവിലാണ് കോട്ടയം ജില്ലാ സെഷൻസ് കോടതി 4 കെവിൻ കേസിലെ കുറ്റപത്രം അംഗീകരിച്ചത്. കൊലപാതകം, ഗൂഢാലോചന, നരഹത്യ, തട്ടിക്കൊണ്ടുപോകൽ, ഭവനഭേദനമടക്കം 10 വകുപ്പുകളാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണയ്ക്ക് മുൻപ് തന്നെ നരഹത്യ ഒഴിവാക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി തള്ളി. 10 വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റപത്രം ഇന്ന് കോടതി നൽകി പ്രതികൾക്ക്. എല്ലാ പ്രതികളോടും കുറ്റപത്രം കോടതി വായിച്ചു കേൾപ്പിച്ചു. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു, ഒരു കുറ്റം നിശ്ചയിച്ചു. ഇനിയിപ്പോൾ ദുരഭിമാന കൊല നിൽക്കും. കുറ്റപത്രപ്രകാരം മർഡറുണ്ട് ഇതിനകത്ത്. കേസ് ദുരഭിമാന കൊലയാണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. കെവിന്റെ ഭാര്യയായ നീനുവിന്റെ അച്ഛൻ ചാക്കോയും സഹോദരൻ ഷാനുവും അടക്കം 14 പ്രതികളാണ് കേസിലുള്ളത്. ന്യൂസ് 18 കോട്ടയം. തിരുവനന്തപുരത്ത് തട്ടിക്കൊണ്ടുപോയ യുവാവിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കൊഞ്ചിറവിള സ്വദേശി അനന്തു കൃഷ്ണനെയാണ് ഇരു കൈകളിലെയും ഞരമ്പ് മുറിച്ചും ക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തിയത്. കരമനയിൽ ബൈക്ക് ഷോറൂമിന് പിറകിലെ കുറ്റിക്കാടിനുള്ളിലായിരുന്നു മൃതദേഹം. കുഞ്ചിറവിള ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഇരുവിഭാഗം യുവാക്കൾ തമ്മിൽ അടിപിടിയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് തട്ടിക്കൊണ്ടുപോകൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിറമൺകര സ്വദേശികളാണ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിന്റെ പകർപ്പ് നൽകണമെന്നാവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി പരിഗണിക്കുന്നത് സുപ്രീംകോടതി ഏപ്രിൽ 3 മാറ്റി. സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇന്ന് പരിഗണിക്കേണ്ടിയിരുന്ന ഹർജി മാറ്റിയത്. ഏപ്രിൽ 3 പരിഗണിക്കണമെന്ന് ദിലീപിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗി കോടതിയോട് അഭ്യർത്ഥിച്ചു. ഈ ആവശ്യം കോടതി അംഗീകരിച്ചു. കൊതുക് പരത്തുന്ന വെസ്റ്റ് നൈൽ രോഗം മലപ്പുറത്ത് സ്ഥിരീകരിച്ചു. രോഗബാധിതനായ 6 വയസ്സുകാരനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കൃത്യമായ മരുന്ന് ലഭ്യമല്ലാത്തതാണ് വെല്ലുവിളി. വേങ്ങര സ്വദേശിയായ 6 വയസ്സുകാരനിലാണ് വെസ്റ്റ് നൈൽ രോഗം സ്ഥിരീകരിച്ചത്. പനിയും തലവേദനയും ശരീരവേദനയുമായാണ് ആദ്യം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പിന്നീട് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ശരിയായ സമയത്ത് ചികിത്സ ആരംഭിച്ചാൽ തന്നെ 3 മാസമെങ്കിലും ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിവരുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. ഇത് നമ്മളെ നാഡീവ്യൂഹത്തിനാണ് പ്രധാനമായിട്ട് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഒരു കേസാണെങ്കിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജപ്പാൻ ചുരത്തിനാണെങ്കിൽ നമുക്ക് വാക്സിൻ ലഭ്യമാണ്. പക്ഷേ ഈ അസുഖത്തിന് വാക്സിൻ ലഭ്യമല്ല. ക്യൂലെക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം പകരില്ല. പക്ഷികളിലും അതുപോലെ തന്നെ രോഗബാധയുള്ള പക്ഷികളിലും മൃഗങ്ങളിലെയും കൊതുക് കടിച്ചിട്ട് ക്യൂലെക്സ് കൊതുകുകൾ കടിച്ചിട്ട് ആ കൊതുകുകൾ നമ്മളെ കടിക്കുമ്പോഴാണ് ഇത് വരിക. കുട്ടിയുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം ആരംഭിച്ചു. രോഗം മറ്റൊരിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കാൻ ജില്ലയിലെ എല്ലാ ആശുപത്രികൾക്കും DMO നിർദ്ദേശം നൽകി. 1938 ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ആദ്യമായി വെസ്റ്റ് നൈൽ വൈറസ് കണ്ടെത്തിയത്. 2011 കേരളത്തിൽ ആദ്യമായി രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. മലപ്പുറത്തു നിന്നും CV അനുമോദ്, ന്യൂസ് 18. മഹാകവി അക്കിത്തത്തിന്റെ ഭാര്യ ശ്രീദേവി അന്തർജനം അന്തരിച്ചു. 85 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 5 മണിക്ക് കുമാരനല്ലൂർ അമേറ്റിക്കരയിലെ വീട്ടുവളപ്പിൽ നടക്കും. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി തുടങ്ങി. അഭിനന്ദനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഫോട്ടോ വെച്ച് BJP ഡൽഹി MLA പ്രചരിപ്പിച്ച പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ കമ്മീഷൻ ഫേസ്ബുക്കിന് നിർദ്ദേശം നൽകി. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാണിക്കാനായി കമ്മീഷൻ തയ്യാറാക്കിയ C-Vigil ആപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. All political advertisement on social media will also require pre-certification.
തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയ ഉപയോഗം കർശനമായി നിരീക്ഷിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. സൈന്യത്തെയും അവരുടെ ചിത്രങ്ങളും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നായിരുന്നു മറ്റൊരു നിർദ്ദേശം. ഇതിനു പിന്നാലെയാണ് ഡൽഹിയിലെ BJP MLA ഓംപ്രകാശ് ശർമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പോസ്റ്ററുകൾക്ക് കമ്മീഷൻ കത്തിവെച്ചത്. മാർച്ച് 1-നായിരുന്നു അഭിനന്ദനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും നിൽക്കുന്ന 2 പോസ്റ്ററുകൾ ഓംപ്രകാശ് ശർമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അഭിനന്ദനെ പാക് കസ്റ്റഡിയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരാനായത് മോദിയുടെ നയതന്ത്ര വിജയമെന്നായിരുന്നു ഒരു പോസ്റ്റിൽ കുറിച്ചിരുന്നത്. രണ്ടാമത്തെ പോസ്റ്ററിൽ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞുവെന്നും അഭിനന്ദൻ വീരനായകനായി മടങ്ങിയെത്തിയെന്നും കുറിച്ചു. പെരുമാറ്റച്ചട്ട ലംഘനം ചൂണ്ടിക്കാണിക്കാനുള്ള വിജിൽ ആപ്പിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോസ്റ്ററുകൾ നീക്കം ചെയ്യാൻ കമ്മീഷൻ ഫേസ്ബുക്കിന് നിർദ്ദേശം നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഫേസ്ബുക്ക് വ്യക്തമാക്കി. സൈന്യത്തെ രാഷ്ട്രീയ പ്രചാരണങ്ങൾക്കായി ഉപയോഗിക്കരുതെന്ന നിർദ്ദേശത്തിന് ശേഷം ആദ്യമായാണ് കമ്മീഷൻ നടപടിയെടുക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. കർണാടകയിൽ വീണ്ടും BJP അധികാരത്തിൽ വരുമെന്ന അവകാശവാദവുമായി സംസ്ഥാന അധ്യക്ഷൻ BS യെദ്യൂരപ്പ. കർണാടകയിൽ 22 ലോക്സഭാ സീറ്റുകളിൽ BJP വിജയിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിക്കുമെന്ന് യെദ്യൂരപ്പ പറഞ്ഞു. സംസ്ഥാനത്തെ ജനങ്ങൾ ഇപ്പോഴത്തെ സഖ്യ സർക്കാരിനെതിരാണ്. കർണാടകയിൽ അധികാരത്തിലേറുക എന്നത് വിദൂര സ്വപ്നമല്ലെന്നും യാരഗട്ടിയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ യെദ്യൂരപ്പ പറഞ്ഞു. പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണം ചെയ്യുമെന്ന് നേരത്തെ യെദ്യൂരപ്പ പറഞ്ഞതും വിവാദമായിരുന്നു.